ഇപ്പോൾ നമ്മോടൊപ്പം ഇടത് രാഷ്ട്രീയ നിരീക്ഷകനായ റജി ലൂക്കോസ് കൂടി ചേരുകയാണ്. റജി ലൂക്കോസ്, തീവ്ര വോട്ടർ പട്ടിക, ഇതിൽ ഈ സർ എന്ന് പിന്നിലുള്ള സാർ ചിന്ത ആരുടേതാണ് എന്നത് നേരത്തെ തന്നെ ഇടതുപക്ഷം മുമ്പോട്ട് വിരൽ ചൂണ്ടി പറഞ്ഞതാണ്. ബീഹാറിൽ അത് കണ്ടു. ലക്ഷക്കണക്കിന് പേർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായി. നമ്മുടെ കേരളത്തിൽ പോലും സജീവമായി പൗരബോധത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തുന്ന കേരളത്തിൽ പോലും ആ അർത്ഥത്തിലാണ് തീവ്ര വോട്ടർ പട്ടികയുടെ പ്രവർത്തനം. ഇങ്ങോട്ടേക്കാണ് ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യം നീങ്ങുന്നത്. ആശങ്കയുണ്ടോ? തീർച്ചയായിട്ടും ആശങ്കയുണ്ടെന്ന് മാത്രമല്ല, ജനാധിപത്യത്തിനെ ഹൈജാക്ക് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഇപ്പൊ ഇന്ത്യയിൽ കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജിംഷാദ്, ബീഹാറിൽ 8.2 കോടി വോട്ടർമാരിൽ നിന്ന് 62.3 ലക്ഷം ആൾക്കാരുടെ വോട്ട് അവർ കവർന്നെടുത്തു. പിന്നീട് അവർക്ക് താല്പര്യമുള്ള, അതായത് ഇലക്ഷൻ കമ്മീഷന്റെ അല്ലെങ്കിൽ പച്ചയ്ക്ക് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള BJPക്ക് താല്പര്യമുള്ള ഏതാണ്ട് 23 ലക്ഷം ആളുകളെ അവിടെ ആഡ് ചെയ്തു. ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളെയാണ് കൂടുതലായിട്ടും വെട്ടിനിർത്തിയത്. ഇത് ഇപ്പോൾ നമ്മുടെ പ്രാദേശിക ബോഡികളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സമയത്ത് തിടുക്കപ്പെട്ട് കേരളത്തിൽ ഈ SIR നടപ്പാക്കുന്ന ലക്ഷ്യം എന്നുകൂടാണ്. അപ്പൊ മാർച്ച് അവസാനം നമ്മുടെ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരും. അപ്പൊ ഉറപ്പായിട്ടൊരു ബീഹാറിന്റെ തനിയാവർത്തനം കേരളത്തിൽ സംഭവിക്കുമെന്നുള്ള ഭയപ്പെടണം. ഇപ്പൊ സിജിറ്റ് ബാബു റിപ്പോർട്ട് ചെയ്തതുപോലെ ഏതാണ്ട് 1 ലക്ഷത്തോളം വോട്ട് താരതമ്യേന വോട്ടർമാരെ കുറഞ്ഞ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് കവർന്നെടുത്തെന്ന് പറഞ്ഞാൽ നിശ്ചയമായിട്ടും അതിനകത്ത് 2-3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഈ BLO അവിടെ എത്തുമ്പോൾ അവിടെ ആ ഫോം ഫില്ല് ചെയ്യാൻ കഴിവില്ലാത്തവര്, പ്രായാധിക്യമുള്ളവര്, നിരക്ഷരെന്ന് പറഞ്ഞാൽ ഇത് ഫില്ല് ചെയ്ത് പരിചയമില്ലാത്തവര്, അല്ലെങ്കിൽ ആ സമയത്ത് വീട്ടിലില്ലാത്തവര്, അത് തെരഞ്ഞു പിടിച്ച് അത് പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവരുടെ വോട്ട് നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കേരളവും ഭയപ്പെടണം. കേരളത്തിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ഇലക്ഷൻ പാറ്റേൺ കേരളത്തിൽ ആവർത്തിച്ചാൽ ഒരു സംശയമില്ല, അത് കേരളം ഭയക്കേണ്ടതായ ഒരു യാഥാർത്ഥ്യത്തിലേക്കാണ് നമ്മളെ തള്ളി വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തു, കേസ് ഫയൽ ചെയ്തു, CPM ഫയൽ ചെയ്തു, കോൺഗ്രസ് ഫയൽ ചെയ്തു, സ്വകാര്യ വ്യക്തികളൊക്കെ പല പരാതികൾ നൽകിയിട്ടും യാതൊരു തരത്തിലും പോസ്റ്റ്പോൺ ചെയ്യാനായിട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഈ SIR പോസ്റ്റ്പോൺ ചെയ്യാനായിട്ട് തയ്യാറായിട്ടില്ല. ആകെ 2-3 ദിവസം മാത്രമേ നമ്മുടെ മുമ്പിൽ ദീർഘിപ്പിച്ചിട്ടുള്ളൂ. അപ്പൊ അതിൽ നമ്മളെന്താ മനസ്സിലാക്കുന്നത്? ഒരു സംശയം ആയിരിക്കണം. പത്തനംതിട്ട 1 ലക്ഷമാണെന്നുണ്ടെങ്കിൽ, എനിക്ക് അറിയാൻ കഴിഞ്ഞാണെന്നുണ്ടെങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ ഏതാണ്ട് 62,000-ഓളം വോട്ടർമാരെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ഗൾഫിൽ നിന്നുള്ളവര്, ഇപ്പൊ നമ്മള് അല്ലെങ്കിൽ വിദേശത്തൊക്കെ ഉള്ള വോട്ടവകാശമുള്ളവര്, അതുപോലെ തന്നെ അവർക്ക് താല്പര്യമില്ലാത്ത, കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്നുള്ള വ്യാഖ്യാനെ അവർക്ക് താല്പര്യമില്ലാത്തവരുടെ വോട്ടുകൾ കവർന്നെടുക്കുക. ഇതിലൂടെ നമ്മുടെ കേരളത്തിലെ ജനാധിപത്യ പ്രക്രിയയെ ഹൈജാക്ക് ചെയ്യാനുള്ള ഹീനമായ ഒരു പ്രവൃത്തിയാണ് ഇപ്പൊ ഇലക്ഷൻ കമ്മീഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പറഞ്ഞാൽ ഒരു തരത്തിലും അവർക്ക് അതിനെ ന്യായീകരിക്കാൻ പറ്റുന്നില്ല. അതായത് സത്യാവസ്ഥ എന്ന് പറയുന്നത്. ഇനി ഫെബ്രുവരി 24 വരെ ഇത് എന്താ പറയാ, നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാനുള്ള സമയമുണ്ടെന്ന് പറഞ്ഞത്. അതൊന്നും പ്രാക്ടിക്കലി അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഒരു സാധാരണ രീതിയിൽ ഒരു മലയാളി അവന് വോട്ടുണ്ടോ എന്നുള്ളവരെ മുൻകൂട്ടി ഒന്നും ആരും നോക്കാറൊന്നുമില്ല. കാരണം പണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, ഇങ്ങനത്തെ ഒരു സംശയത്തിന്റെ സാഹചര്യം പോലുമില്ല. അപ്പോൾ അവർ ആ സമയത്ത് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഏജന്റുമാര് വീട്ടിൽ ചെന്ന് സ്ലിപ്പ് കൊടുത്തു പോയി വോട്ട് ചെയ്യുവാണ്. ഇപ്പോൾ BJP സർക്കാർ വന്നതിന് ശേഷം സംഭവിച്ചിരിക്കുന്നത് എന്താണ്? ഈ ഒരു മനുഷ്യന് വോട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയണം എന്നുണ്ടെങ്കിൽ അവൻ മുൻകൂട്ടി നേരത്തെ തന്നെ അവൻ തീരുമാനം എടുക്കണം. അങ്ങനെ അന്വേഷിച്ച് കണ്ടെത്തി തനിക്ക് വോട്ടുണ്ടോ എന്ന് തീരുമാനിക്കുന്ന ഗതികളിൽ എത്തിയിരിക്കുന്നു. അത് എത്ര പേരത് ചെയ്യും? സംശയമാണ്. കാരണം മലയാളി, പ്രത്യേകിച്ച് ബീഹാർ പോലെ വളരെ തിരക്കട്ട ജീവിതം നയിക്കുന്ന കേരളീയരെ സംബന്ധിച്ചോളം ഇത് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. പ്രത്യേകിച്ച് പലരും പല സ്ഥലങ്ങളിൽ താമസിക്കുന്നു. വോട്ട് അവരുടെ ജന്മനാട്ടിലോ അല്ലെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരിക്കാം. അങ്ങനെ ജോലിയാർത്ഥം, ഉപജീവനാർത്ഥം തന്നെ പല സംസ്ഥാനങ്ങളിൽ പോയി താമസിക്കുന്നവര്, പല സ്റ്റേറ്റിൽ പോയി താമസിക്കുന്നവര്, അവരുടെ എല്ലാ വോട്ട് നിഷേധിക്കുന്നു എന്നാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതെന്തൊരു ജനാധിപത്യ, ഇതെന്തൊരു പൗരത്വമാണ് ഇന്ത്യയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്? ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഐഡന്റിറ്റി എന്ന് പറയുന്നത് അവന്റെ വോട്ടവകാശം തന്നെയാണ്. ഒരു തർക്കമല്ല കാര്യത്തിൽ. അതിനു പോലും സാധിക്കാത്തൊരു സാഹചര്യത്തിലേക്ക് തങ്ങൾക്ക് താല്പര്യമുള്ള തിരിച്ചെത്താം റജി ലൂക്കോസ്.